നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസ് ചാനലിൻ്റെ ന്യൂസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാർ. തന്നെ തകർക്കുന്നതിനായുള്ള ആസൂത്രിത നീക്കത്തിന് തെളിവുണ്ട്, നിയമപരമായി മുന്നോട്ടു പോകും വേടൻ. ഗോവിന്ദചാമി ജയിൽ ചാടിയതിന് പിന്നാലെ ജയിൽ വകുപ്പിൽ അഴിച്ചുപണി. AMMA തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് പിന്മാറി നടൻ ബാബുരാജ്. കൊടിക്കുന്നിൽ സുരേഷിനെയും PK ബിജുവിനെയും അധിക്ഷേപ പരാമർശവുമായി K സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാർ. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാർ. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയിൽ നിന്നും വിശദാംശങ്ങൾ തേടി. വിഷയം സജീവമായ പശ്ചാത്തലത്തിലാണ് വിശദാംശങ്ങൾ തേടിയത്. പ്രധാനമന്ത്രിയുമായി അമിത് ഷാ വിഷയം സംസാരിച്ചുവെന്നാണ് വിവരം. ഇന്ന് UDF MPമാർ അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയാണ് അമിത് ഷാ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിരിക്കുന്നത്. UDF MPമാർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. അതിനു പിന്നാലെയാണ് അമിത് ഷായുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചത്. അതേസമയം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി. അമിത് ഷായെ കണ്ടേക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ സാഹചര്യം നേരിൽ ധരിപ്പിക്കുമെന്നാണ് സൂചന. അതേസമയം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ 6ാം ദിനവും ജയിലിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ ജാമ്യ ഹർജി ദുർഗ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ജൂലൈ 25-നാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ, തലശ്ശേരി, ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരായിരുന്നു അറസ്റ്റിലായത്. ഇവർക്കൊപ്പം 3 പെൺകുട്ടികളുമുണ്ടായിരുന്നു. ഈ പെൺകുട്ടികളെ കടത്തുകയാണെന്നും നിർബന്ധിത പരിവർത്തനത്തിന് ഇരയാക്കുകയാണെന്നും ആരോപിച്ച് ബജ്രംഗദൾ പ്രവർത്തകരാണ് രംഗത്തെത്തിയത്. തന്നെ തകർക്കുന്നതിനായുള്ള ആസൂത്രിത നീക്കത്തിന് തെളിവുണ്ട്, നിയമപരമായി മുന്നോട്ടു പോകും വേടൻ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ പ്രതികരിച്ച് റാപ്പർ വേടൻ. തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരാതിയെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും വേടൻ പ്രതികരിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ നൽകും, വൈകില്ല, ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വേടൻ പ്രതികരിച്ചു. തന്നെ വേട്ടയാടുകയാണ്, ആസൂത്രിത നീക്കത്തിന് തെളിവുണ്ടെന്നും വേടൻ കൂട്ടിച്ചേർത്തു. യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ ഇന്നലെ രാത്രിയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും പിന്നീട് ബന്ധത്തിൽ നിന്നും വേടൻ പിന്മാറിയെന്നുമാണ് യുവ ഡോക്ടർ മൊഴി നൽകിയത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദം ആരംഭിച്ചതെന്നും പരിചയത്തിനൊടുവിൽ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴി. 2023-ലാണ് വേടൻ തന്നെ ഒഴിവാക്കിയതെന്നും യുവതി പറയുന്നു. ടോക്സിക്കാണ്, സ്വാർത്ഥയാണ് എന്നുൾപ്പെടെ ആരോപിച്ചായിരുന്നു ഒഴിവാക്കലെന്നും ഡോക്ടറുടെ മൊഴിയിലുണ്ട്. വേടനെതിരെ നേരത്തെ മീടു ആരോപണം ഉയർന്നിരുന്നു. ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിലും പുലിപ്പല്ല് കൈവശം വെച്ചതിനും വേടനെതിരെ കേസ് നിലവിലുണ്ട്. കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു കഴുത്തിൽ ധരിച്ചിരുന്ന മാലയിലെ പുലിപ്പല്ല് ലോക്കറ്റുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് വേടനെതിരെ കേസെടുത്തത്. 7 വർഷം വരെ തടവ് ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു വേടനെതിരെ വനം വകുപ്പ് ചുമത്തിയത്. തൊട്ടു പിന്നാലെ വേടനെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഗോവിന്ദചാമി ജയിൽ ചാടിയതിന് പിന്നാലെ ജയിൽ വകുപ്പിൽ അഴിച്ചുപണി. കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയതിന് പിന്നാലെ ജയിൽ വകുപ്പിൽ അഴിച്ചുപണി. 8 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. 2 ജില്ലാ ജയിലുകളിലെ സൂപ്രണ്ടുമാരെ നിയമിച്ചു. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും സൂപ്രണ്ടുമാർ ഉണ്ടായിരുന്നില്ല. കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ സൂപ്രണ്ട് EV ജിജേഷിനെ തവനൂർ സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടായി നിയമിച്ചു. പാലക്കാട് ജില്ലാ ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് CS അനീഷിനെ കോട്ടയം ജില്ലാ ജയിൽ സൂപ്രണ്ടായി നിയമിച്ചു. തവനൂർ സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് അഞ്ജുൻ അരവിന്ദിനെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വിയൂർ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് അഖിൽ രാജാണ് കോഴിക്കോട് ജില്ലാ ജയിലിന്റെ പുതിയ സൂപ്രണ്ട്. കോട്ടയം ജില്ലാ ജയിൽ സൂപ്രണ്ട് ശരത് VR ആണ് പുതിയ കൊല്ലം ജില്ലാ ജയിൽ സൂപ്രണ്ട്. നിലവിലെ കൊല്ലം ജില്ലാ ജയിൽ സൂപ്രണ്ട് VS ഉണ്ണികൃഷ്ണനെ നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നിയമിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ട് A അൽഷാനാണ് തിരുവനന്തപുരം ജില്ലാ ജയിലിന്റെ പുതിയ സൂപ്രണ്ട്. AMMA തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് പിന്മാറി നടൻ ബാബുരാജ്. AMMA തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി നടൻ ബാബുരാജ്.
ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നൽകിയ നാമനിർദ്ദേശ പത്രിക നടൻ പിൻവലിക്കും. തനിക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സരിത എസ് നായരുടെ പരാതി ഇതിന്റെ ഭാഗമാണെന്നും ബാബുരാജ് പ്രതികരിച്ചു. മോഹൻലാലിന്റെ പേര് വലിച്ചഴിച്ചതിൽ വേദനയെന്നും നടൻ കൂട്ടിച്ചേർത്തു. കൊടിക്കുന്നിൽ സുരേഷിനെയും PK ബിജുവിനെയും അധിക്ഷേപ പരാമർശവുമായി കെ സുരേന്ദ്രൻ. കൊടിക്കുന്നിൽ സുരേഷിനെയും PK ബിജുവിനുമെതിരെ അധിക്ഷേപ പരാമർശവുമായി കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് കൊടിക്കുന്നിൽ സുരേഷിനും PK ബിജുവിനുമെതിരെ സുരേന്ദ്രൻ അധിക്ഷേപ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ പോലും കേരളത്തിൽ ജയിച്ചു വരാനുള്ള അവസരം യഥാർത്ഥ പട്ടികജാതിക്കാർക്കില്ലെന്നും ഇടതും വലതും ജയിപ്പിക്കുന്നതിലധികവും നാമധാരി പട്ടികജാതിക്കാർ മാത്രമാണെന്നുമാണ് കെ സുരേന്ദ്രന്റെ അധിക്ഷേപം. ഛത്തീസ്ഗഡിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേന്ദ്രന്റെ പോസ്റ്റ്. മോദി സർക്കാർ വന്നതിനു ശേഷം ഇത്തരം സംഭവങ്ങൾ കുറഞ്ഞുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും പർവ്വതീകരിക്കപ്പെടുന്ന കേരളത്തിൽ എല്ലാവരും ബോധപൂർവ്വം വിസ്മരിക്കുന്ന സത്യം ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷിനും PK ബിജുവിനുമെതിരെ സുരേന്ദ്രൻ അധിക്ഷേപ പരാമർശം നടത്തിയത്. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.